ഹായ് എവ്രി വൺ, ഇൻഷാല്ല എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോൾ ഗായ്സ്, ഐ എം ഗോയിങ് ടു ഷോ യു എ ലിറ്റിൽ ഗെറ്റ് റെഡി വിത്ത് മീ ആൻഡ് ടേക്ക് ഫോർ എ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. അപ്പോൾ വ്ലോഗ് കാണുന്നവരെല്ലാവരും എന്താണ് ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സാറ്റർഡേ ഈവനിങ് തൊട്ട് നമ്മുടെ ഈവനിങ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ മൺഡേ അല്ല, സൺഡേ തൊട്ടാണ് നമ്മുടെ മോർണിംഗ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈവനിങ് ഡ്യൂട്ടിക്ക് വേണ്ടിയാണ് നമ്മൾ റെഡി ആകുന്നത്. ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് ലിപ്സ്റ്റിക്ക് കണ്ണെഴുതണം, പിന്നെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എല്ലാവർക്കും മടിയാണ്. പിന്നെ ഒരുങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. ഇന്ന് നേരത്തെ ഒരുങ്ങാൻ തുടങ്ങിയതുകൊണ്ട് കറക്റ്റ് സമയത്തിന് തന്നെ പോകാൻ പറ്റി. കഴിഞ്ഞ ഒരു ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു പൂച്ചക്കുഞ്ഞിനെ കിട്ടി. അത് അന്ന് കുഞ്ഞായിരുന്നു, ഇപ്പം കുറച്ച് വലുതായി. ഇപ്പം ഭയങ്കര കളി. ഇപ്പം ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല. സ്നേഹ ചേച്ചി അതിനെ വെച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഞങ്ങൾക്ക് ഇന്ന് നല്ല മടിയുണ്ട് പോകാൻ വേണ്ടി. വെളിയിൽ നല്ല ചൂടുണ്ട്. ഞങ്ങളങ്ങനെ വെളിയിലോട്ട് പോകാറില്ല. ബട്ട് ഇന്ന് കുറച്ച് സൺസ്ക്രീൻ കണ്ടത് കൊണ്ട് അതങ്ങ് ഇട്ടു. ഇനി കുറച്ച് കണ്ണെഴുതാം. എനിക്ക് കണ്ണെഴുതുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അറിയത്തില്ല, ഒരു സൈഡിൽ നല്ലപോലെ എഴുതിയ ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ എഴുതത്തില്ല. ഇനി നമുക്ക് കുറച്ച് പിരികം സെറ്റ് ചെയ്യാം. അതിപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാതെ എന്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഇവിടെ ഒരു അറബി ടീച്ചർ പറഞ്ഞൊരു ട്രിക്കാണ്. ഇങ്ങനെ ഒരു ബ്രഷും വേണം, പിന്നെ ഈ പിയേഴ്സിൻ്റെ സോപ്പും വേണം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളതങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോഴും പോകുന്നത്. നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കും നമ്മുടെ ഐബ്രോസ്. പിന്നെ കുറച്ച് നല്ല തിക്കായിട്ട് നല്ല ഷേപ്പിലിരിക്കുന്ന ഐബ്രോസൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ നല്ല രസമായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക്. അത് ഇട്ടില്ലെങ്കിൽ എങ്ങും പോകാൻ പറ്റത്തില്ല. ഞാനാണെങ്കിൽ ഫുൾ ടൈം ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കും. ബിക്കോസ് എൻ്റെ ലിപ്സ് കുറച്ച് ഡാർക്കാണ്. ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേരുടെയൊക്കെ ലിപ്സ് കണ്ടു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് ഒന്നും യൂസ് ചെയ്യാറില്ല. ബട്ട് അവരുടെ ലിപ്സ് ഭയങ്കര നല്ല പിങ്ക് ഷെയ്ഡ് അല്ലെങ്കിൽ റെഡ് ഷെയ്ഡൊക്കെയാണ്. എന്ത് ഭംഗിയാണ് കാണാൻ. എൻ്റെ ബ്രൗൺ സ്കിന്നാണ്. അപ്പോൾ എനിക്ക് അറിയത്തില്ല ഏത് ലിപ്സ്റ്റിക്ക് എനിക്ക് ചേരുന്നെന്ന്. ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് അല്ലാതെ വേറെ ഒന്നും അങ്ങനെ ട്രൈ ചെയ്യാറില്ല. ട്രൈ ചെയ്തിട്ടുണ്ട്, ബട്ട് എല്ലാം ഫ്ലോപ്പായി പോയിട്ടുള്ളൂ. എൻ്റെ ലിപ്പ് പിഗ്മെൻറ്റഡ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് വെളിയിൽ ലിപ്സ്റ്റിക് ഇല്ലാതെ പോകാൻ. വെളിയിലല്ല, ഇപ്പം എവിടെയാണെങ്കിലും ഇപ്പം ഞാൻ തന്നെ മിററിൽ നോക്കുവാണെങ്കിൽ തന്നെ എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടിട്ട് നോക്കുന്നതാണ് എനിക്ക് കുറച്ച് എനിക്ക് തോന്നുന്നു. ഇപ്പം എല്ലാവരും ഒരു 50% ആൾക്കാരും ലിപ്സ്റ്റിക് ഇടാതെ വെളിയിൽ ഇറങ്ങാനേ അവർക്ക് താല്പര്യമില്ല. അങ്ങനെ ഞാൻ ഹെയറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കരുതി ഇങ്ങനെ നോക്കിയപ്പം എനിക്ക് കുറേ ബേബി ഹെയർസ്, എൻ്റെ ഹെയർസ് എത്ര കോംബ് ചെയ്ത് സെറ്റ് ചെയ്താലും ആഫ്റ്റർ 10 മിനിറ്റ് ബേബി ഹെയർസ് എല്ലാം വെളിയിൽ വരും. പിന്നെ എല്ലാവരും ചോദിക്കും, എന്താ മുടി ചീവാത്തത്? ഒന്ന് മുടി ചീവിയാൽ എന്നാ? മുടി ചീവിയാൽ നല്ല ഭംഗിയാണ്, എങ്ങനെയാണെന്ന് പറയാം, കുറച്ചുകൂടെ വൃത്തി ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഞാൻ ഫേസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. ബട്ട് ഞാൻ തിരിച്ച് എന്നാ ചെയ്യാൻ? അവൻ എപ്പോഴും വേണം അത്. അവനത് ഇല്ലാണ്ടിരിക്കാൻ പറ്റത്തില്ല. അതായത് ഞാൻ ഇപ്പം എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, കിണിച്ചോണ്ടിങ്ങനെ പുന്നായിരിക്കും ഭയങ്കരമായിട്ട്. പണ്ടോട്ടേ ഞാനിങ്ങനെ ചക്കര അങ്ങനെ പൂച്ചനോട് ഞാൻ കളിക്കുന്ന കണ്ടിട്ടില്ല. ഈ സെയിം സാധനം ഞാൻ അവൻ്റെ അടുത്തും പോയി എടുക്കും. അപ്പോൾ അവൻ അത് വേണം. പക്ഷെ എനിക്കിതൊന്നും കിട്ടൂല. അങ്ങനെ പറഞ്ഞോ? ഇതൊക്കെ റിയലൊന്നും അല്ലേ ചേച്ചി, ഇതൊക്കെ ഫേക്കാ. നമുക്കെൻ്റെ സമയം കണ്ടുപിടിക്കാൻ ഒരാൾ വേണം, നല്ല പോലെ. ഈ ഒരു ടൈം വരെ നമ്മൾ അതിനാണ്, അല്ലാണ്ട് നമ്മൾ അവരോട് അധികം സംസാരിക്കാറില്ലല്ലോ. ഹായ് ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ മുടി ഇഷ്ടപ്പെട്ടു ഗൈസ്? നോക്കൂ ഗൈസ്, എൻ്റെ മുടിയുടെ അടിയിൽ കളറുണ്ട്. കളർ സ്വീഹിയർ. ഞാനിപ്പം ഒരുങ്ങിക്കൊണ്ടിരുന്ന ടൈമിൽ ഞാനിങ്ങനെ കേൾക്കുന്നുള്ളൂ, നോക്കുന്നില്ല. എനിക്കൊരു ഫ്രണ്ട് അടുത്തുണ്ടായിരുന്നു. എന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ തമാശയായിട്ടാണ് എടുക്കുന്നത്. അപ്പം ഞാൻ നോക്കുമ്പം കുറച്ച് നേരം കഴിഞ്ഞിരുന്നു കരയുന്നു. പെട്ടെന്ന് ഐ വാസ് ലൈക്ക്, എന്താണ് പറ്റിയത് എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ ഞാൻ കരുതി അതൊരു കളിത്തമാശ ആയിരിക്കുന്നു. പക്ഷെ അല്ല,
ഇമോഷണലായിപ്പോയി കുറച്ച് നേരത്തേക്കിന്. കുറച്ച് നേരം കഴിഞ്ഞപ്പം ഹാപ്പിയായി, ഫേസിൽ അതൊക്കെ ആയിട്ടുണ്ട്, മനസ്സിലൊക്കെ ആണെങ്കിലും. ബട്ട് നമുക്ക് ജോലിക്കൊക്കെ പോകേണ്ടതല്ലേ, അപ്പോൾ നമുക്ക് ചിരിച്ചൊക്കെ ഇരിക്കണം. മേഡം പറഞ്ഞേക്കുന്നത് എപ്പോഴും ചിരിച്ചോണമെന്നാണ്. അപ്പം ഞാൻ ആ ചേച്ചിനെ ചിരിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ജോലിക്ക്. ഒരു 5:30 ആയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈം. അപ്പോൾ ആ ടൈമിൽ പിള്ളേർ ബക്കാലിൽ പോയപ്പോഴത്തേക്കിന് അവിടെ ഒന്നും ഇല്ലായിരുന്നു കഴിക്കാൻ. അപ്പം കരുതി ബക്കാലിലോട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് കരുതി ഞാനും സ്നേഹിച്ചേച്ചിയും കൂടെ വന്നതാണ്. നമ്മുടെ മഹേഷിൻ്റെ കാർ വർക്കല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു വെയിലത്ത് നടന്നു. കൂടുതലും പിള്ളേർ ചിപ്സൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം നമ്മളൊരു നൈസ് എന്ന് പറഞ്ഞ ചിപ്സും മേടിച്ചു കുറേ, പിന്നെ കേക്ക് മേടിച്ചു, പിന്നെ ഓറിയോ ബിസ്ക്കറ്റൊക്കെ മേടിച്ചു. ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മളങ്ങനെ ഡയറക്റ്റ് മേടിച്ചു. അതുകൊണ്ട് വലിയ താമസമൊന്നും വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ രശ്മി ചേച്ചി ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു നമ്മൾ കറക്റ്റ് വന്നത്. അങ്ങനെ ആ ആക്ടിവിറ്റി എല്ലാം കഴിഞ്ഞ് നമ്മൾ കരുതി ഒരു സയൻസ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ സയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് വീഡിയോ എടുത്ത് കൊടുക്കുന്നത്. മിക്കപ്പോഴും സയൻസ് ഫ്ലോപ്പ് ആവാറുണ്ട്, ബട്ട് ഇന്ന് സക്സസ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 6:30 ആവുന്നു. ഇന്ന് എങ്ങനെയൊക്കെയോ പെട്ടെന്ന് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇന്നും ഇങ്ങനെ പോവുകയാണെന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ അടുത്ത ആഴ്ച തൊട്ട് സ്കൂൾ തുറക്കും. ഞങ്ങൾക്ക് നല്ല പണിയായിരിക്കും. എന്തേരം പിള്ളേരായിരിക്കും വരുന്നത്, ഇതൊക്കെ ഓർത്ത് നമുക്ക് നല്ല ടെൻഷനിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. പിന്നെ പുതിയ പുതിയ ആക്ടിവിറ്റീസ് സ്കൂൾ തുറക്കുമ്പോഴത്തേക്കിന് ചെയ്യാൻ വലിയ പാടാണ്. ടിക്ടോക്കിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിൽ നിന്നെല്ലാം നമ്മൾ കുറേ അങ്ങ് ചെയ്തു, ഓൾമോസ്റ്റ് എല്ലാം തീർത്ത്. അപ്പോൾ ഇന്നത്തെ ഒരു 1 hour എങ്ങനെയൊക്കെയോ പോയിട്ടുണ്ട്. കാരണം നമ്മൾ ബക്കാലിൽ പോയി, പിന്നെ ഫുഡ് കഴിക്കാൻ അരമണിക്കൂർ ഇരുന്ന്, അങ്ങനെ 1 hour സിമ്പിളായിട്ട് പോയി. അടുത്ത കഴിഞ്ഞ് നമ്മളൊരു ആക്ടിവിറ്റി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ അതും കൂടെ ചെയ്യണം. സംടൈംസ് തട്ടിക്കൂട്ടി ഞങ്ങൾ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടാക്കും. ഒന്നും കിട്ടിയില്ലെങ്കിൽ പഴയത് ചെയ്തത് പിന്നെയും നമ്മൾ ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും. 365 ദിവസവും അതിനനുസരിച്ച് ആക്ടിവിറ്റീസും സയൻസൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് നമ്മൾ പണ്ട് ചെയ്തത് പിന്നെയും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ആക്ടിവിറ്റി. അപ്പം കരുതി അത് ചെയ്യണ്ട, ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ബോർഡിൽ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞാൻ വേറൊരു ഐറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എനിക്ക് അറിയത്തില്ല ഇപ്പം എന്നാ ചെയ്യണമെന്ന്. നേരത്തെ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ ക്ലാസ് നിൽക്കുന്ന ടൈമിൽ ഞാൻ വെറുതെ ഇങ്ങനെ നിൽക്കുക ഫോൺ നോക്കിക്കൊണ്ട്. ഞാനിപ്പോൾ എന്തോ ആക്ടിവിറ്റീസ് നോക്കുമായിരുന്നു. ആ ടൈമിൽ ഓൾറെഡി ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്തോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു വേറൊരാൾ. അപ്പം മേഡം വന്ന് പെട്ടെന്ന് ചോദിച്ചു എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നോക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുക എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഗ്രൂപ്പിൽ പറഞ്ഞു എല്ലാവരും ആക്ടിവിറ്റീസ് കണ്ടുപിടിച്ചിട്ട് വേണം ക്ലാസ്സിലോട്ട് വരാമെന്ന് പറഞ്ഞു. എന്നങ്ങനെ പറഞ്ഞോ അന്ന് തൊട്ട് ആ കറക്റ്റ് ഏത് പീരീഡാണോ ആ പീരീഡിൽ ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കുമ്പോഴാണ് ഒരു സുഖവും. പിന്നെ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. കറക്റ്റ് ടൈമിലാണ് ആക്ടിവിറ്റി കണ്ടുപിടിക്കത്തുള്ളൂ. സമയമില്ലാത്തത് കൊണ്ടോ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ലാത്തത് കൊണ്ടോ അല്ല, നമ്മൾ ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ആക്ടിവിറ്റീസ് തപ്പുന്നത് ആ കറക്റ്റ് പീരീഡിലായിരിക്കും. ഇപ്പോൾ സയൻസ് ആണെങ്കിൽ ആ സയൻസിൻ്റെ പീരീഡിലാണ് തപ്പുന്നത്. അല്ല ആക്ടിവിറ്റി ചെയ്യുന്ന പീരീഡാണെങ്കിൽ ആ ആക്ടിവിറ്റി പീരീഡിൽ മാത്രമേ തപ്പത്തുള്ളൂ. എത്ര നമ്മൾ പിറ്റേ ദിവസം ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ ഓർത്താൽ അതുവരെ റീൽസും സ്ക്രോൾ ചെയ്ത് കൊമൻറ്റും വായിച്ച് ഇങ്ങനെ ഞങ്ങളിരിക്കും. കറക്റ്റ് പീരീഡ് ആകുമ്പോഴത്തേക്കിന് പെട്ടെന്ന് മെസ്സേജ് തരും ബ്രെയിൻ, നിങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്യണം, ഇപ്പോൾ ഈ സയൻസ് ചെയ്യണം എന്നൊക്കെ. അപ്പോഴാണ് ചെയ്യുന്നത് പോലും പെട്ടെന്ന് ഞാൻ ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. കുറച്ച് ബോർഡ് ഡെക്കറേറ്റ് ചെയ്ത് ആക്ടിവിറ്റി ചെയ്യാമെന്ന് കരുതിയിരുന്നു. അങ്ങനെയെല്ലാം ഏകദേശം സെറ്റായിട്ട് ആക്ടിവിറ്റീസ് എല്ലാം നല്ല സൂപ്പറായിട്ട് പിള്ളേർ ചെയ്തു. 2-3 പേരൊക്കെയാണ് കുറച്ച് ലാഗടിച്ചത്. ബട്ട് എല്ലാവരും ഫിനിഷ് ചെയ്തു നല്ലപോലെ. അപ്പോൾ എന്തൊക്കെയൊക്കെയോ ചെയ്തു. ഇന്നത്തെ ദിവസം 7:20 വരെ അങ്ങ് തള്ളി നീക്കി. ഇനി നമ്മൾ ബോർഡൊക്കെ ആയിട്ട് നേരെ നമ്മുടെ താഴോട്ട് പോവാണ്. അപ്പോഴാണ് നമ്മളെ സ്നേഹിച്ചോട് ഞാൻ പറഞ്ഞു ഞാൻ ബോർഡ് പിടിക്കാമെന്ന്. അപ്പം വേണ്ടാന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയ ആളാണ്. ബോർഡാണെങ്കിൽ 4 കഷ്ണമാക്കി കളഞ്ഞു. ഇന്ന് ലേഗോയിൽ പോകാനുള്ള ടൈമൊന്നും ഇല്ല. അതുകൊണ്ട് പിള്ളേരെ നേരെ TV എല്ലാം കാണിച്ചിട്ട് ഞങ്ങൾ ആ ബോർഡ് ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ ബൈ ഓൾ.